ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എനിക്ക് പരിപ്പ് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചെറുപയർ പരിപ്പിൻ്റെ പായസം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ പായസം കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ പായസത്തിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പായസം കോമൺ ആയിട്ടുള്ളൊരു പായസം റെസിപ്പി തന്നെയാണ്. പക്ഷേ എന്നാലും കുറേ പേർക്ക് പരിപ്പിൻ്റെ കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാട്ടോ. പരിപ്പ് വെച്ചിട്ടുള്ള പായസമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ചെറുപയർ മൊത്തത്തിൽ വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു പച്ച കളറുള്ള തൊലി മാറ്റി അതിൻ്റെ അകത്തുള്ള പരിപ്പാട്ടോ ഈ കാണുന്നത്. ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പരിപ്പിൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്കും പണ്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പരിപ്പോടൻ്റെ പരിപ്പും ഈ പരിപ്പും എല്ലാം കൂടി ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇത് രണ്ടും ഡിഫറെൻ്റ് ആട്ടോ. അപ്പം ഇത് ചെറുപയർ പരിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളത് കഴുകുന്നതിന് മുമ്പ് വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കേണ്ടെന്ന് ആവശ്യമില്ല. കഴുകുന്നതിന് മുമ്പ് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്ത ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് കേട്ടോ. ഈ വറുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് പായസമൊക്കെ കുടിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് വറുത്തെടുത്ത ശേഷം ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചെറുപയർ പരിപ്പ് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിലോട്ടുള്ള വെള്ളം പാകാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ഒരു 4 മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കളറൊന്നും ചെറുതായിട്ട് മാറിക്കോട്ടെ, വല്ലാണ്ട് കരിപ്പിച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പം കളർ മാറിയാൽ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റും വേണം കേട്ടോ. അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറവ് കൂടി പോകും. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം വേണം നന്നായിട്ട് കഴുകിയെടുക്കാൻ. അതിന് ശേഷമാണ് നമ്മളത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇതിട്ട് കൊടുക്കുക കേട്ടോ. കഴുകി എടുത്തത് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ 2 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണല്ലോ എടുത്തിട്ടുള്ളത്. അതായത് ഒരു കപ്പിലോട്ട് നമുക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടത് ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് എടുത്തുകൊണ്ട് ഞാനിപ്പം 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു 5.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല പാകത്തിൽ കിട്ടും. അപ്പം ശരിക്കും ഒരു കപ്പ് ചെറുപയർ പരിപ്പിലോട്ട് അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് 3 കപ്പ് വെള്ളമാണ് കേട്ടോ. 3 ഇരട്ടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നേരെ നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. 3 വിസിൽ വരുന്ന വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം പ്രഷറൊക്കെ പോയ ശേഷമാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ കുക്കാക്കി എടുക്കാനുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇതിലോട്ടുള്ള ശർക്കര, നമ്മളിതിലോട്ട് ശർക്കരയാണ് മധുരത്തിനായിട്ട് ചേർക്കുന്നത്. ശർക്കര ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്, ചെരുവിയത് ചീവിയത് കേട്ടോ. 2 കപ്പ് ശർക്കര ചീവിയതും അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ടാണ് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നേരെ ചീവി ഇട്ട് കൊടുക്കും ചെയ്യട്ടോ. പക്ഷേ അതിലെന്തെങ്കിലും കല്ലോ എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചീവി ഇട്ട് കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത്. എപ്പോഴും നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങോട്ട് അലിയിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അപ്പം അതിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സെറ്റിലായിക്കോളും. ഇതിപ്പം പനഞ്ചക്കരയാണ്, അത് അധികം അഴുക്കൊന്നുമില്ല അതിൽ. ഇനി നമുക്ക് ഈ പായസത്തിലോട്ട് ഏത് പായസമാണെങ്കിലും മിക്ക പരിപ്പ് പായസത്തിലും നമുക്ക് ചേർക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് ചുക്കാണ്. അപ്പോൾ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 3 സാധനങ്ങളാണ് നമ്മളിതിലോട്ട് മെയിനായിട്ട് ചേർക്കാനുള്ളത്. ചുക്ക്, ചെറിയ ജീരകം, അതുപോലെ ഏലയ്ക്ക. ഇത് 3ൻ്റെ പൊടിയാണ് ചേർക്കാനുള്ളത്. സെപ്പറേറ്റ് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് 3ഉം കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ജീരകം ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, ഒരു 4 ഏലയ്ക്ക ചേർത്തിട്ടുണ്ട്. ചുക്ക് ഞാൻ കാണിച്ചല്ലോ, അത് 3ഉം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിലും നമുക്ക് ആ പൊടിയാണ് വേണ്ടത്, ബാക്കിയുള്ള ഇതൊന്നും വേണ്ട. അപ്പോൾ അത് നമുക്കൊന്ന് അരിപ്പയിലൂടെ അരച്ചിട്ട് ആ പൊടി മാത്രം എടുക്കാം. പിന്നെ കുറച്ചുകൂടെ ഏലക്കപ്പൊടി സെപ്പറേറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക 4 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി. ഞാൻ ഇടുന്ന സമയത്ത് കാണിക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, നല്ല പാകത്തിനാണ് വന്നിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ആയി വരും. അപ്പോൾ പരിപ്പ് നല്ലോണം വെന്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്.
വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക. അതിനേക്കാൾ നല്ല ഇതുപോലെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നും അങ്ങോട്ട് ചൂടാക്കി എടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് ഈ പരിപ്പിലോട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മധുരത്തിനായിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ശർക്കര പാനി റെഡിയാക്കി വെച്ചല്ലോ, അത് ഇതിലോട്ട് അരിപ്പയിലൂടെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ പാകമധുരത്തിലുള്ള ശർക്കരയാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇതിപ്പോൾ പാകമധുരമാണ്. കുറച്ചുകൂടെ മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ശർക്കര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പായസത്തിൽ ശർക്കരയുടെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതിപ്പോൾ ഞാൻ പാകത്തിനാണ് ചേർത്തിട്ടുള്ളത്, പഞ്ചസാര എക്സ്ട്രാ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര മധുരം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരുപാട് ശർക്കര ചേർക്കണ്ട. അപ്പോൾ ശർക്കര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പരിപ്പും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ആയിട്ട് വന്നോട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ശർക്കര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കുറവൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ നോക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ സ്പൈസ് ചേർത്ത് കൊടുക്കുക. ചുക്ക്, ചെറിയ ജീരകം, ഏലക്ക, അത് 3ഉം കൂടി പൊടിച്ചെടുത്തതാണ്. ഇത് 3ഉം സെപ്പറേറ്റ് പൊടികൾ വീട്ടിലുണ്ടെങ്കിൽ അത് 3ഉം കൂടി സെപ്പറേറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം ഏലക്ക കുറച്ച് മാത്രമല്ലേ ചേർത്തുള്ളൂ. ഏലക്കയുടെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ എല്ലാം കൂടി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമിൽ നിന്ന് ഒന്നുകൊണ്ട് മാറ്റി വെച്ച ശേഷമാണ് ഇതിലോട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മളിതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ചിലപ്പം പിരിഞ്ഞ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അത് ശർക്കരയും തേങ്ങാപ്പാലും കൂടി ഉള്ളൊരു ഇത് വരുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ച ശേഷമാണ് ആ തേങ്ങാപ്പാൽ കട്ടിയുള്ളത് 1 കപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 കപ്പ് ഞാൻ പിന്നെ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് തിളങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. വല്ലാണ്ട് തിളപ്പിച്ച് മറിയണ്ട കേട്ടോ. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചേർത്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പം ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒന്നങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ, ഒന്നങ്ങോട്ട് എന്താ പറയുക തിള വന്നോട്ടെ. ഒരുപാട് തിളപ്പിക്കേണ്ടെന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വറവിട്ട് കൊടുക്കാനുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയ ശേഷം അതിലോട്ട് തേങ്ങ, ഇതുപോലെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ഇതുപോലെ പീസാക്കിയതും പിന്നെ അതൊന്നുകൊണ്ട് ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആയി വന്ന ശേഷം വേണം നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പം അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങാക്കൊത്ത് മാത്രം മതി. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പരിപ്പ് പായസത്തിലൊക്കെ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് കളറ് മാറിയ ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കളറ് മാറിയ ശേഷം ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് പായസം. എൻ്റെ ഫേവറേറ്റ് പായസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇക്കാക്കും മക്കൾക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് പായസം. പിന്നെ ഞാൻ പൊതുവേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ശർക്കര ചേർത്തിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടം കൂടുതൽ ലേഡീസിനായിരിക്കും. ജെൻസിന് ശർക്കര ചേർത്തിട്ടുള്ള ഐറ്റംസ് അധികം ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയൂ കേട്ടോ. പ്രത്യേകിച്ച് പായസത്തിൻ്റെ കാര്യം, പായസം ശർക്കര ചേർത്തുള്ള പായസമൊക്കെ കൂടുതലും ഇഷ്ടം ലേഡീസിനായിരിക്കും. ജെൻസിനാണെങ്കിൽ ആ വൈറ്റ് കളറിലുള്ള ശർക്കര ചേർക്കാത്ത പഞ്ചസാര ചേർത്തിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പം ഒന്ന് കമൻസിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്ത കിടിലൻ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഞാനിതിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുള്ള പായസം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കുവാണ്. അപ്പം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.